വെൽക്കം ബാക്ക് ടു സർഷാസ് വ്ളോഗ്. ഇന്ന് ചെറിയൊരു സാറ്റർഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വീട്ടിലത്തെ കാര്യങ്ങൾ തന്നെ. അരി മലക്കാൻ പോയി, എനിക്കിവിടെ അടിച്ച് വരണം. ബാക്കി എല്ലാവരും പള്ളിയിൽ പോയിക്കാണ് നബിദിനത്തിൻ്റെ ചോറ് വാങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ക്യാമറാമാൻ മമ്മുവാണ് ഗൈസ്. വേറെ ആരും ഇവിടെ ഇല്ല, ഞങ്ങൾ രണ്ടിനും മാത്രമേ ഉള്ളൂ. അല്ലേ അല്ലേ? വാപ്പ മോട്ടക്കാക്കായെ പള്ളി പോവാണ്. പിന്നെ അബ്ബ മോട്ടക്കാക്ക പള്ളി പോവാണ്. എന്നിട്ട് ബാപ്പ പിന്നെ വാപ്പി പള്ളി പോവാണ്. എന്നിട്ടേ ആയ്മ ഇവിടെ ആക്കാണ്, മോട്ടി ഇവിടെ അച്ഛനാണ്. ആയ്മ എന്നെ കുടിക്കണം. ഗൈസ് അടിച്ചു വാരിക്കഴിഞ്ഞ് കുറച്ച് വെള്ളം കുടിക്കും. ഓ അവനിക്കിപ്പോൾ ജ്യൂസ് അല്ലെങ്കിൽ മിഠായി കൊടുത്തില്ലെങ്കിൽ അവൻ എന്നോട് മിണ്ടൂല. കുറച്ച് വെള്ളം കുടിക്കാൻ. ഒപ്പെടുക്കണം നിനാ. ഗൈസ് ഞാൻ മൂക്കുത്തി മാറ്റി. എങ്ങനെയുണ്ട്? കൊള്ളാവോ? മാമ വന്നു തോന്നുന്നു. നോക്കാം. വന്ന് നമ്മൾ അനാഥരാണ് ഗുണ്ടകൾ. ഹായ്, കഴിച്ചാ? ചോറെവിടെ? ചോറ് പോയെത്തിട്ടില്ല. ഞങ്ങൾ ചോറ് തിന്ന് കഴിക്കാൻ നേരം അവർ കയറണോ ചോറ്? ഞാൻ മാമയുടെ കൂടെ വന്നല്ല, മാമ ട്രക്കിൽ കൂടി കയറും. മിഠായി ജ്യൂസാ? എല്ലാവരും പറയാറ് ഞാൻ പണിയെടുക്കാറില്ല. അപ്പം നമ്മൾ കാണിച്ചു കൊടുക്കാം. ഞാൻ പണിയെടുക്കാറുണ്ട്. പറ പറ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് ഞാൻ പണിയാണ് എടുക്കാറില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ കാണിച്ചു തരികയാണ്, ഞാൻ പണിയെടുക്കാറുണ്ട്. മനസ്സിലായി? എടാ നിന്റെ ഷർട്ട് വെള്ളത്തിൽ നോക്കിയപ്പോഴേ വെള്ളപ്പാണ്ടൂലായിരുന്നു. നമ്മള് ഗുജറാത്തി അല്ലെങ്കിൽ എല്ലാവരും പറയാറുണ്ട്, എല്ലാവരും അല്ല, രണ്ടു നേരത്തേക്ക് പറയാറുണ്ട്. പിന്നെ കണ്ട ഗുജറാത്തി പോലെ ഇരിക്കുന്നു. അത് മറ്റേ സോപ്പ് പൊടി ഇട്ടിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇതിനെ കട്ടി നന്നായിട്ട് മമ്മ പറയുന്നത്. പിന്നെ വാപ്പി വന്നിട്ടില്ല, അബ്ബായി മോട്ടക്കാക്കയാണ് വന്നത്. എന്നിട്ട് ഉള്ളി ചുവന്നുള്ളി നന്നാക്കണം. എന്നിട്ട് വാപ്പയും പള്ളി പോയിട്ട് വന്നിട്ടില്ല. വന്നില്ല വന്നിട്ടില്ല. എന്നെ കട്ടിലായിട്ട് മമ്മ പറയാറില്ല. അപ്പൊ മമ്മനെ കൊണ്ട് നമുക്ക് ഇൻട്രോ ഒക്കെ പറയിപ്പിക്കാൻ എന്നെ കട്ടിലായിട്ട് മമ്മ പറയാം.
ഇങ്ങനെ നിന്ന് നമ്മുടെ വേഗം വേഗം നന്നാക്കി തീർക്കണം. പള്ളി നമുക്ക് ചോറ് വന്നു. എന്താ നോക്കാം. അതിന് നല്ല നെയ്ച്ചോറുണ്ട്. ഗൈസ്, ഇന്നലെ നമ്മൾ നബിദിനം ഓണമായിട്ട് വെച്ച തമിഴ്നാട് ബിരിയാണി വീഡിയോയിൽ എന്താ പോലെ ഇരിക്കണം, പക്ഷേ നല്ല ടേസ്റ്റാ ഗൈസ്. അല്ലേ മമ്മു? നല്ല ടേസ്റ്റാണ്. കച്ചമ്പറ് കൂട്ടിയാണ് ഇന്നലെ ഞങ്ങൾ കഴിച്ചത്. ഇതപ്പോൾ മാമക്ക് കൊടുത്തിടാനായിട്ടാണ് ബാലൻസ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അവിടെ മാജിയും മറിച്ചൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഈ ചോറ് കഴിക്കണോ തൃക്കാക്കരപ്പള്ളിയിലെ ചോറ് കഴിക്കണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എടപ്പാടിപ്പള്ളിയിലെ ചോറ് കഴിക്കും. ഓക്കെ ഗായ്സ്, വീട്ടിൽ പോയി എൻ്റെ ഉമ്മ വന്നു ഗായ്സ്. ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ചിട്ടാ മതിയെന്ന് തോന്നുന്നു. ഇതെന്താ സാധനം? ആ, ഇത് ഞങ്ങളെ വീട്ടിൽ നിന്ന് കിട്ടിയ ചോറാട്ടാ. നീ എന്താ പാത്രങ്ങളൊക്കെ ആയിട്ട് പിന്നെ മടുത്താ? ഉമ്മി വരണ്ടായാലും ഉമ്മി കൊച്ചിലിരുന്നോട്ടെ. ഉമ്മി വന്നോ? അതിനാ അയിമെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. തുപ്പ് തുപ്പ് ആ കുടിച്ച് വയറുള്ള കൂട്ടാ. എന്താന്ന് മമ്മു? എന്താന്ന് നിനക്ക് കാലോടിക്കണം? കാക്ക എന്താ പറയാറ്? വന്നേ വന്നേ ഏതെങ്കിലും താപന്നെ. ഇതെന്താ പിന്നെ? ആ മതി മതി, കുറച്ച് മതി. ഇസാനേ കുഴപ്പമില്ല. പരിപ്പ് സാധാരണ പച്ചവള കിട്ടാം. ആണോ? ഇപ്പൊ പച്ചവളായിട്ട് കിട്ടിയേക്കണം. തൃക്കാക്കര എന്നിട്ട് അല്ലേ? ഇവിടെയുള്ള എല്ലാവർക്കും ഒച്ചയാണ് കഴിച്ചു. എനിക്ക് മാത്രം ഒച്ചയിലോട്ടും. ഓ, ഇത് കുരുമുളക് ഇട്ടാ ചെയ്യുന്നത്. ആ മതി, ഓക്കെ, താങ്ക് യു. ആ ഇപ്പൊ തരാം. ഫോണിപ്പോ കൊടുക്കണം. ഷോട്ട് എടുത്തിട്ട് കൊടുക്കാൻ. 2 hours later. ഗൈസ്, ഞാൻ കുളിച്ച് വന്നു. നമുക്ക് തുണി മടക്കാനുണ്ട്. തുണി മടക്കാം. ഓക്കെ, അപ്പം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. സോ നമ്മൾ ഇന്നലെ റാലിക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ വെച്ച് കഴിക്കും.
അയ്യവാ ഗൈസ്, നല്ല കിളികൾ. ഇവിടെ ഉണ്ടായ കിളികളാണ് ഗൈസ്. അത് അങ്ങോട്ട് പറഞ്ഞു. എന്ത് കിളിയാണെന്ന് എനിക്കറിയാൻ പാടില്ല. മൂന്നെണ്ണം ഇപ്പം പറഞ്ഞോളൂ. വൈകുന്നേരം ഒരു 5 മണി ഒരു ടൈം 5 മണി 5:30 6 മണി അമ്മയ്ക്ക് ഒരുപാട് തത്തകൾ ഇതിൽ കൂടെ ഇങ്ങനെ വന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. എന്നിട്ട് അവിടെ ഉള്ളതാ ആ തെങ്ങ്. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇങ്ങോട്ടെങ്കിലും പോകും. ഒരു 5:30 ഒരു 6 മണിയാകുമ്പോഴേക്കും എല്ലാം കൂടെ ഇങ്ങോട്ട് പറഞ്ഞു. നല്ല രസമാണ്. ഐ തിങ്ക് കുറേ ഉണ്ട്. കുട്ടികൾ തൊട്ട് വലിയവർ വരികയുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഫുള്ള് പുറടെയാണ്. One eternity later. ഞങ്ങളുടെ ആര്യമ്മ ചിക്കൻ കറി ഞങ്ങളുടെ ആര്യമ്മ നാളത്തേക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ന് രാത്രിത്തേക്ക് വേണ്ടി കഴിക്കാൻ വേണ്ടിയുള്ള ചിക്കൻ കറി ഉണ്ടാക്കിയാണ്. അപ്പോൾ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ചെറിയ ഷോർട്ടായിട്ട് ഇപ്പം കാണിക്കുള്ളൂ. ഇനി റെസിപ്പി വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. വേറൊന്നും കൊണ്ടൊന്നുമില്ല. ഞാൻ തൊളിച്ചുള്ളി ആണെങ്കിൽ ഇവർ 2 പേരും ഭയങ്കര കുസൃതികളാണ്. ഇവനാണ് ഒരു ലുലുമോൾ ഭ്രാന്താണ്. എപ്പോഴും ലുലുമോളിൽ തന്നെ പോണം. ഗായ്സ്, നമുക്ക് മമ്മൂനെ അടിക്കാൻ വടി എടുക്കാം. എവിടെ പോയതാ? കേറ്. ശാലതായിട്ട് മുട്ടട. കേറ് കേറ്. ഇവനെ കൊണ്ട് വല്ലാത്ത പണിയാണ്. കേരടാ നീ. അടി വാങ്ങാണ്ട് കേറ്. കേറ്. അത് ശാല കൊണ്ട് വെക്ക്. ഭയങ്കര അടവാണ് എനിക്ക്. ചേച്ചി അടിക്കില്ല ചേച്ചി. ശാല ഊരി ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. ചെയ്തൊക്കെ ചെയ്തിട്ട് സോറി പറയും. പോകുന്നത് ചിക്കൻ പൊരിച്ച് മസാലയുള്ള ചിക്കൻ റോസ്റ്റ് ആണ്. അത് ആദ്യം മദർ പ്രിപ്പയർ ചെയ്യുന്നത് സവാള, പച്ചമുളക്, തിരിഞ്ഞു പോയില്ല. ക്യാമറ കൊണ്ട് ഇത് കാണിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇത് ഇങ്ങനെ പോയി. ഇത് ചമ്മി 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 എനിക്കാണ് നീ കഴിക്കണം. പോട്ടെ. മസാല ഏകദേശം റെഡി ആയി വന്നല്ലേ? ഇന്നെന്തില്ല നീ ആഡ് ചെയ്യാനുണ്ടോ? ഒന്നുമില്ല, ഇത്രയുള്ള മസാല. തക്കാളി ഇടണല്ലോ. ദിസ് ഈസ് അവർ ഫ്രഷ് ആൻഡ് ക്ലീൻ ചിക്കൻ. എങ്ങനെ ഉണ്ട് ഗൈസ് ചിക്കൻ? വാവ്. ചട്ടിപ്പത്തായിട്ട് നമുക്ക് തരാം. ചിക്കൻ കറി വെക്കൽ മാത്രമല്ല, നമുക്ക് ചിക്കൻ പൊരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം ചിക്കൻ ഇങ്ങനെയൊക്കെയാണ്. ഇതിൽ നമ്മൾ നല്ല നല്ല പീസ് ഇട്ടിട്ട് ഗാർലിക് പേസ്റ്റാണ്, ഇതിൻ്റെ പേസ്റ്റാണ്, രണ്ടും ഉണ്ട്. മുളക് പൊടി, ഉപ്പ്, അതല്ലേ ഇട്ടോളൂ. അങ്ങോട്ട് ഇളക്കുക. മുളക് പൊടിയാണ്, കളർ പൊടിയാണ്. കളർ പൊടിയുണ്ട്. ഇത്രയും പൊടിയിട്ട് നമ്മൾ ഇളക്കണം. ഇത് മാത്രമേ കഴിയുമ്പോൾ ചെയ്യില്ല. നീരാ ഓ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെയ്യല്ലോ. അതെ ഞാൻ ചോദിച്ചാൽ തമിഴാ പറഞ്ഞേ, എനിക്ക് മനസ്സിലായില്ല. ഇതെന്ത് പൊടിയാണ്? ഇത് കോൺഫ്ലവർ. കോൺഫ്ലവർ we put corn flour, chili powder,
എന്താ വന്ന വണ്ടി കാണൂലേ? നിക്കറ് പറഞ്ഞ മമ്മ അവിടെ ഇരുന്ന് നിക്കറ് പറ അവിടെ ഇരുന്ന് അവൻ ചെയ്യൂല, അവൻ പറഞ്ഞല്ലേ അറിയാതെ ചെയ്തു പോയതാ, പറ്റി പോയത്. ഗൈസ് അവൻ പാത്രം താഴ്ത്തിട്ട് പാത്രത്തിന്റെ ഷേപ്പ് തന്നെ മാറിപ്പോയി ഗൈസ്. വേറെ ഏതോ ഷേപ്പായി. നമ്മുടെ ചിക്കൻ കറി ഇപ്പം എന്തായാലും നോക്കാം. പണി വളി നോക്കിക്കൊണ്ടെങ്കിൽ കൈ പൊള്ളും. ഗുഡ് കറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റാണ്. ഇതിൽ നമ്മ മറ്റേ പൊറോട്ട, ഹത്തിരി, വെള്ളയപ്പം കൂട്ടി കഴിച്ച കാശ് ചപ്പാത്തിക്കൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. അടിപൊളി മണം എല്ലാം മരുന്നുണ്ട് കാശ്. അപ്പം നമുക്ക് ഇളക്കാം. ഇത് ടേസ്റ്റ് ഉണ്ടോ നോക്കാം. ഇഷ്ടപ്പെട്ടു. ചോറല്ല നോക്കാണ്ടൊക്കെ ചെയ്യണം. അടിപൊളി പൊളി. നമ്മുടെ കറി അടിപൊളിയായിട്ടുണ്ട്. അപ്പം നിങ്ങൾ മസ്റ്റ് ട്രൈ ആട്ടാ. നിങ്ങൾക്ക് ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ വേണമെങ്കിൽ ഇത് വെച്ച് നോക്കാം. പത്തിരിക്കും ചപ്പാത്തിക്കും പുട്ടിന് അടിപൊളിയായിരിക്കും, പുട്ടിനൊക്കെ. അപ്പോൾ ഞാൻ കഴിച്ചിട്ടുള്ളതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഓക്കെ, പ്രൈവസി തരത്തില്ല. പ്രൈവസി നമുക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ചൊരു സ്നേഹം ഉണ്ടെന്ന് കാണിക്കും. ബട്ട് ഒട്ടും സ്നേഹമില്ല ഗൈസ്. വായെടുത്ത ചീത്ത മാത്രമേ പറയാറുള്ളൂ. നെക്കിക്കൊല്ലരുത്, നെക്കിക്കൊല്ലരുത്. അയ്യോ നല്ല വീഴ്ചിട്ടുണ്ടോ? നല്ല വീഴ്ചിട്ടാണോ വിചാരിക്കണോ? അല്ല, നല്ല വീഴ്ചിട്ട്. അവനെ കൊണ്ടുപോണ്ട മമ്മൂനെ. പറഞ്ഞല്ലോ ട്രൈ ചെയ്യാം. അപ്പം നമുക്ക് ഓഫാക്കാം. ഓക്കെ, ഓഫാക്കട്ടെ? എന്താ പിന്നല്ല, ഞാൻ ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. പിന്നല്ല, ഞാൻ ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി. നിങ്ങൾ അവിടെ തല്ലടിച്ചിരിക്കുമ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അതൊരു സാധനം ഇവിടെ ഇരിക്കണം കൂട്ട്. നേരത്തെ എന്ന് പറഞ്ഞൊരു മുത്ത് പോലത്തേന്ന് ഇരുന്നേച്ചത്. അപ്പോൾ എനിക്കത് ഉണ്ടെന്നേ തോന്നാറില്ല. ഇതൊരു മാതിരി എന്താ സാധനം കെട്ടിട്ടോലുണ്ട്. കുറച്ചാളത്തേക്ക് ഇപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ആയാണ് വീട്ടിൽ കളയുന്നുണ്ടായാലും. ഞാൻ മറ്റേത് പൊട്ടിപ്പോയി ഗായ്സ്. എന്തോ ഭയം കൊണ്ട് എൻ്റെ കൈ കിട്ടി, അല്ലെങ്കിൽ അത് പോയി. അപ്പോൾ ചെറിയൊരു ഇത് ഉണ്ടോ ഇങ്ങനെ റിങ്ങിലൊക്കെയാണ്. അങ്ങനത്തെ പറഞ്ഞ സിറ്റിട്ടുണ്ട് ഒരാളുടെ വീട്ടിൽ നിന്ന് ഫോട്ടോ ഇതെന്നെ പറഞ്ഞ പുള്ളിക്കളർ ചോദിക്കാണ്ടൊക്കെയാണ് പാട്ട് പാടുന്നത്. അമ്മു ലുലു പോകുമ്പോഴാണ് ഗൈസ് അതുവഴി മീനെ വിളിക്കണം. അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ. അപ്പം ടാറ്റാ.